ഒരു കാടിൻ്റെ നടുക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ നമ്മൾ മാത്രം. തണുപ്പുള്ളൊരു വെളുപ്പംകാലത്ത് ഇതുപോലൊരു ആംബിയൻസിൽ നല്ല ചൂടുള്ള കട്ടനം പിടിച്ച് കിളികളുടെ പാട്ടൊക്കെ കേട്ട് സൂര്യപ്രകാശത്തിൻ്റെ വരവും കാത്ത് ഇങ്ങനെ ഒരു ഇരിപ്പ്. ആഹാ, ഇതുപോലൊരു വൈബ് ആഗ്രഹിക്കാത്തൊരു ചുരുക്കമായിരിക്കില്ലേ? എങ്കിൽ അങ്ങനെ ഒരു യാത്രയ്ക്ക് നമുക്കൊന്ന് പോവാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അതിനു മുമ്പ് തലേ ദിവസത്തെ രണ്ടുപേരുടെ ഒരുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹായ്, എന്താ പരിപാടി ഇവിടെ? ആഹാ, എങ്ങോട്ടാ നമ്മൾ ടൂർ പോകുന്നത്? എങ്ങോട്ടാ വെച്ചിട്ടാ? കന്തല്ലൂർ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ആകാംക്ഷയിലാണ്. നമ്മുടെ യാത്ര അൺലോക്ക് ചെയ്തു. ഇപ്പം സമയം 7 മണി ആയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 8:30 കഴിയാണ്ട് എണീക്കാത്ത ആൾക്കാരാണ്. ഇത് നേരത്തെ എണീറ്റ് റെഡി ആയിട്ട് ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് വിൻഡോ സീറ്റ് പിടിച്ചിരിപ്പുണ്ട്. ഈ വിൻഡോയിൽ ദേവു, ആ വിൻഡോയിൽ അച്ചൂട്ടൻ. എന്നാൽ പിന്നെ വിട്ടാലോ? അപ്പോൾ നമ്മൾ പോകുന്ന കാന്തല്ലൂർ ഗ്രാമത്തെ പറ്റി ഒന്നുകൂടെ പറയാം. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനത്തിന് ഉത്തരവാദിത്ത ടൂറിസം ആസ്പദമാക്കി ഇന്ത്യയിൽ തന്നെ 5 സ്ഥലങ്ങളിൽ ഒന്നായി ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡായ ഗോൾഡൻ അവാർഡ് നേടിയെടുത്ത് കാന്തല്ലൂർ കേരളത്തിൻ്റെ അഭിമാനമായി. എന്തായാലും ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. പാലക്കാട് നിന്ന് ഷാനും അവൻ്റെ വൈഫും മെഹറും അവരുടെ കൊച്ചു ഷയാനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. നമ്മളെ ഫ്രണ്ട് ഷാനു, ആളുടെ വൈഫ് മെഹറും. പോകുന്ന വഴിക്ക് പൊള്ളാച്ചി ഉദുമൽപേട്ട് റൂട്ടിലാണ് നമ്മൾ ഈ അമ്പലം കണ്ടത്. കണ്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നി. കല്ലുകൊണ്ടാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. മുകളിൽ പെയിൻ്റാണോ അതോ വെണ്ണക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. എന്തെങ്കിലും കാണാൻ വളരെ വെറൈറ്റി, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക് വേറെ ലെവലാണ്. കല്ലിൽ കൊത്തി ഈ വർക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ എത്ര ദിവസത്തെ പരിശ്രമം, എത്ര മാൻ പവർ വേണമെന്ന് ആലോചിച്ച് നോക്കൂ. ദേവു, എങ്ങനെയുണ്ട് ഈ അമ്പലം? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? നമ്മളിപ്പോൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഈ കാണുന്ന മുഴുവൻ സാങ്ച്വറിയുടെ ഭാഗങ്ങളാണ്. പശ്ചിമഘട്ടം എന്തും ഭംഗിയായിട്ട് കിടക്കണല്ലേ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി റൂട്ടാണിത്. ആ ദൂരെ കാണുന്നതാണ് thoovanam വാട്ടർഫോൾസ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലാണത് സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ട് യാത്ര ചെയ്യാൻ 50 രൂപ എൻട്രി കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ മറയൂർ ടൗൺ എത്തിയിരിക്കുകയാണ്. മറയൂർ സെൻറ്ററിൽ നിന്ന് പമ്പിന് ഓപ്പോസിറ്റായി ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി കോവിൽക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ അവിടെ പോയിട്ടും കഴിക്കാം. അവിടെ 2-3 കടകളേ ഉള്ളൂ. ഇവിടെ ഇത്തിരിയും കൂടി ക്രൗഡഡ് ആണ്. നമുക്ക് കടകളൊക്കെ വേറെയും കിട്ടും. കോവിൽക്കടവ് കഴിഞ്ഞാൽ പിന്നെ വേറെ കടകളൊന്നും കിട്ടാനില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്കുള്ള റൂട്ടിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ വഴി, ഒരു സൈഡ് കൊക്ക, ഒരു സൈഡ് പാറ. ഓപ്പോസിറ്റ് ഒരു ബസ് വന്ന കൃത്യം. പക്ഷേ ആ സൈഡിലെ വ്യൂ അതൊരു രക്ഷയില്ല. വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. ഒരു എസ്ബെൻഡാണിത്. മുമ്പ് വീഡിയോസിലും റീൽസിലും എല്ലാം അത് വൈറലായിരുന്നു. അന്നേ ആഗ്രഹിച്ച ഒരിക്കലും ഇവിടെ പോകണമെന്ന്. ഈ സ്ഥലം മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ കയറിയില്ല, സമയപരിമിതി. അപ്പോൾ അതിനകത്ത് എന്തോ മുനിയറയോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വഴി അതൊരു രക്ഷയില്ല. ഈ വളവ് കയറി ഇറങ്ങി വരുന്ന വണ്ടികളെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ സമയത്ത് ഒരു ആനവണ്ടിയൊക്കെ ആയിരുന്നു വന്നതെങ്കിൽ തകർത്തേനെ. തൽക്കാലം നമുക്ക് ആനവണ്ടി കിട്ടിയില്ല, പക്ഷെ ഒരു ഇന്നോവ കിട്ടി, അത് മതി. അപ്പം നമ്മൾ കോവിൽക്കടവ് എത്തി. ഇപ്പോൾ സമയം 3:30. ഭക്ഷണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ടയും ബീഫും മേടിച്ച് എല്ലാവരും അതുമ്പോൾ തന്നെ അങ്ങ് കൂടി. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇനി ഇതാണ് ലാസ്റ്റ്, കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലാസ്റ്റ്
നമുക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടുന്ന് കുട്ടി വ്ളോഗർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ മേടിച്ചിട്ട് വേണം ഇനി പോകാൻ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. ഭക്ഷണം കഴിക്കാനുള്ള ലാസ്റ്റ് സ്റ്റോപ്പും ഇതാണ്. യെസ്, അപ്പം നമ്മളിപ്പോൾ മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ നിന്ന് പരടിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ചുവീട് ടെമ്പിൾ എന്ന് പറയുന്ന നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ വഴി കാണുമ്പോൾ ഒരു മിനി സ്വിറ്റ്സർലൻഡ് വൈബില്ലേ. ഒരു വണ്ടി മാത്രം പോകുന്ന ഒരു കൊച്ചു വഴി, വഴിയുടെ ഇരുവശവും പൂക്കൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തിയിട്ടില്ല. ഡെസ്റ്റിനിക്ക് തൊട്ട് മുന്നുള്ള സ്ഥലത്ത് നമ്മുടെ പാർക്കിങ്ങിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യുക. ഇതാണ് 5 വീട് ടെമ്പിൾ. പേര് പോലെ തന്നെ കുറച്ച് വീടും ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് നമ്മൾ വണ്ടി ഇടുന്നത്. പാർക്കിങ് സേഫ് പാർക്കിംഗ് ആണ്. ഒരു 50 രൂപ പാർക്കിങ്ങിൻ്റെ ചാർജ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇവിടുന്ന് ജീപ്പിൽ കയറിപ്പോകും. നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം 5 വീട് ടെമ്പിൾ, അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെസ്റ്റേൺ ഗട്ട്സിനെ പൊതുവെ നീലഗിരി കുന്നുകൾ എന്നാണ് പറയുക. അത് ഈ മലകൾക്ക് നീല കളറുള്ളതുകൊണ്ടാണോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഇപ്പം അങ്ങനെ തന്നെയാണാവോ. ഈ കാണുന്ന പുൽമേട് മുഴുവൻ ഇഞ്ചപ്പുല്ലാണ് കേട്ടോ. എന്തായാലും നമ്മൾ നമ്മുടെ ജീപ്പ് സഫാരി ആരംഭിച്ചു. യൂക്കാലി മരങ്ങളുടെ തോല് ചെത്തലാണ് ഈ ചേച്ചിമാരുടെയൊക്കെ ജോലി. ഇവരൊക്കെ പണി കഴിഞ്ഞ് വീട്ടിൽ പോയി തുടങ്ങി. സമയം ഏകദേശം 5 മണി. നമ്മൾ 2 മണിക്ക് ചെക്കിൻ ആവേണ്ടതാ. ഇപ്പം തന്നെ ഒരു 3 മണിക്കൂർ ലേറ്റ്. ഈ കോൺക്രീറ്റ് വഴി കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഓഫ് റോഡ് തുടങ്ങും. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതുപോലുള്ള ഓഫ് റോഡുകൾ വേറെ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഓഫ് റോഡ് ഒരു അത്ഭുതമായത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ്. വലത്തോട്ട് ഒരു തിരിഞ്ഞൊരു കയറ്റം കയറുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിനെ വിളിക്കും. ഇതാ ഈ കാണുന്ന വഴി വണ്ടി വലത്തോട്ട് തിരിഞ്ഞാൽ പിന്നെ ജീപ്പ് 90 ഡിഗ്രിയാണ്. വീഡിയോ ടൈം ലാപ്സിലാണ് റെക്കോർഡ് ആവുന്നത് പോലെ ഞാൻ അറിഞ്ഞില്ല. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലെങ്കിലും ദുർഘടം പിടിച്ചതാണല്ലോ. ഇതാണ് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം, മഡ് ഹൗസ്. മഡ് ഹൗസിൽ അപ്പം നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂമാണ് ഇത്. മുള കൊണ്ടുണ്ടാക്കിയ കട്ടിലാണ്. അതിന് മേലെ ബെഡൊക്കെ ഉണ്ട്. എക്സ്ട്രാ ബെഡിനുള്ള സ്പേസ് ഉണ്ട്. നമ്മളെപ്പോലെ ഒരു 5-6 പേര് സുഖമായിട്ട് പോകുന്നൊരു സെറ്റപ്പ്. അത് അടിപൊളി. ഇനി ബാത്റൂം സൗകര്യം നമുക്കുള്ളത് അവിടെയാണ്. നമ്മുടെ റൂം കൂടാതെ തന്നെ ഇവിടെ വേറെയും 3 റൂമുകളുണ്ട് കേട്ടോ. അതും ഇതേ സൗകര്യം. കുട്ടി വ്ളോഗർ താഴെ നിന്ന് വിളിക്കുന്നുണ്ട്. കുട്ടി വ്ളോഗർ എപ്പോഴും ഹായ് ഗായ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഹായ് ഗായ്സ് എന്നൊക്കെ പറയും. ഇതാണ് ഇവിടത്തെ കാവൽ സിംഗം. നല്ല ചക്കന 10 സ്റ്റേ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. 10 സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ അങ്ങ് ഇറങ്ങിയിട്ട് ബാത്റൂമിൻ്റെ ഇതാണ് ബാത്റൂം സെറ്റപ്പ്. കോമൺ ആണ്. 4-8 ബാത്റൂമുകളും ഉണ്ട്. ഇന്ത്യനും യൂറോപ്യനും ഉണ്ട്. പിന്നെ ഏവറേജ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. വലിയ രീതിയിലൊന്നും നോക്കരുത്. ഹോട്ടായിട്ട് തണുത്തൊരു ചായ, ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂൽമഴ എന്ന് പറയില്ല, അതുപോലത്തെ മഴ. ഇത് നമ്മൾ അവിടെ ജീപ്പ് കയറുന്നിടത്ത് നമ്മൾ കണ്ടില്ലേ ഇഞ്ചപ്പുല്ല്. കൈ തൊട്ടിങ്ങനെ വലിച്ച കൈമുറി കേട്ടോ. ഇഞ്ചപ്പുല്ല് എങ്ങനെയുണ്ട് ദേവു? സൂപ്പർ, അടിപൊളിയല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട് അച്ചട്ടാ? എങ്ങനെയുണ്ട് പറയാ? അടിപൊളി, സൂപ്പർ, സൂപ്പർ, നല്ല അടിപൊളി. ഇനി ആ പാട്ട് പാടൂ. മഴ 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 വന്നാൽ വീട്ടിൽ പോടാം. എല്ലാവരും വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ്. ഇവിടെ നമ്മൾ ചില ചെടികളൊക്കെ കണ്ടുട്ടോ. അവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയിലൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തണവുള്ള കാലാവസ്ഥയിൽ മാത്രം ഉണ്ടാവണമെന്ന്. ഈ ചെടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. സമയം വൈകുന്നേരം 5:45. സൂര്യൻ അസ്തമിക്കാനുള്ള പരിപാടി നോക്കി തുടങ്ങി. എന്തായാലും മഴയും സൂര്യൻ്റെ ആ ചെറിയ പ്രകാശവും കാർമേഘവും ആഹാ അടിപൊളി. നമ്മുടെ അവിടുത്തെ പോലെ അല്ല, പെട്ടെന്ന് തന്നെ ഇരുട്ട് തുടങ്ങി, കോടയും കയറി തുടങ്ങി. ഇതാണ് നമ്മുടെ ശരൺ ചേട്ടൻ. രാജാണ് അറിയപ്പെടുന്നത് കൂടുതൽ. അപ്പോൾ ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഓൾ ഇൻ ഓൾ ആളാണ്. അപ്പോൾ
നിങ്ങൾ മുമ്പും ആളെന്നെ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തേണ്ട മുമ്പും പല വീഡിയോകളിലും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും വന്ന ആൾക്കാരെ ഇഷ്ടംപോലെ നമുക്ക് അറിയാം. വന്നിട്ട് എല്ലാം നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നമുക്കെല്ലാം ഹോംലി ഫുഡ് കണ്ടീഷനിൽ നിങ്ങൾ വീട്ടിൽ കഴിക്കുന്ന കണ്ടീഷനിൽ എല്ലാം നമുക്ക് ഫുഡൊക്കെ എല്ലാം സെറ്റാക്കി കൊടുക്കാം. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇവിടെ കാടിനുള്ളിലുള്ള സ്റ്റേ ആണ്. നിങ്ങൾക്ക് നല്ല പ്രവേശമൊക്കെ ഉണ്ടാകും. ഫാമിലി വരാം, കപ്പിൾസ് വരാം, ബാച്ചിലേഴ്സ് ടീമെങ്കിൽ ബാച്ചിലേഴ്സ് ടീം വരാം. ഫുള്ളി എല്ലാവരും നമുക്ക് വാട്ടർഫാൾസ് ഉണ്ട്, സ്ലൈഡിങ് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, എല്ലാ സംഭവങ്ങളും വന്നിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ കൊടുത്ത പൈസനെക്കാട്ടിൽ നിങ്ങൾക്ക് ഭയങ്കര വന്നു കഴിഞ്ഞാൽ ഭയങ്കര വളരെ ഹാപ്പിയിലാണ് പോകുന്ന കണ്ടീഷനില്ല. ഇവിടെ വന്നിട്ട് പോകുന്നത് ആൾക്കാർ ഫുള്ള് റിവ്യൂ നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വന്ന് അനുഭവിക്കേണ്ട ഒരു സംവിധാനമാണ് ഇവിടെ. ഓഫ് റോഡ് എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഞാൻ കയറിയിട്ടില്ല. പലയിടത്തും പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ശരിക്കും ആ ഒരു വളവ് തിരിയുന്നതോട് കൂടി ആന്തി പോകും നമ്മൾ. ഇതാണോ കയറാൻ പോകുന്നത് എന്നുള്ള 90 ഡിഗ്രി കയറ്റലാണ്. കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ ഒരു 90 ഡിഗ്രി കയറ്റലാണ്. പാറപ്പുറത്തൊക്കെ ഫുള്ള് കയറി വരുന്നതായിരിക്കും. എല്ലാത്ത എക്സ്പീരിയൻസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്ന സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കാന്തല്ലൂരിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.